ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ? അതിന് സർക്കിട്ട് തന്നെ പോകണം. കുറേ നാടുകൾ കാണണം, അവിടുത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കണം. ഇക്കണ്ട കാടും മേടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ മലക്കപ്പാറയൊക്കെ എത്തി. എന്താലേ റോഡിൻ്റെ ഒരു അവസ്ഥ നോക്കി. ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി ഫോറസ്റ്റ് റൂട്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ശോകമാണ്. ഒരു തമിഴ്നാട് ബസ്സാട്ടോ ഈ വന്നെ. ഏതാ ലുക്ക്. ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ നോക്കി. പക്ഷെ എൻ്റെ പൊന്നു എന്താ വ്യൂ. ഒരു മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി അടിപൊളിയായേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ നോക്കി. എന്താ പറയുക, എനിക്ക് തോന്നുന്നു റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ ഈ റോഡ് പണിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നോക്കി, ഇത് കുളമല്ല, ഇത് പുഴയാണ്. പക്ഷെ എൻ്റെ മോനെ, ഇത് പുഴ അല്ലാണ്ട് കുളം എന്ന് പറയാൻ പറ്റില്ല, പുഴ. എന്തായാലും അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ ഇതാണ്ടോ, ഭയങ്കര ശോകമാണ്. പക്ഷെ നോക്ക്, ഫ്രണ്ടിലും സൈഡിലൊക്കെയുള്ള വ്യൂ നോക്കി. ഈ വ്യൂ ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ ആട്ടോ. അത്രത്തോളം ഭംഗിയാണ്. കാറുകാരൊക്കെ അവസ്ഥ. ഒരു താറൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, കാരണം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഇതിൽ കൂടെ പൊളിക്കാം. പിന്നെ ഈ വണ്ടി നമ്മുടെ MTക്കാണല്ലോ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 175 സംതിങ് ഉണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂടെയുള്ള വണ്ടി പിന്നെ ഹിമാലയനാണ്. അപ്പം അതിന് പിന്നെ പറയണ്ടല്ലോ, ഓഫ് റോഡ് കിങ് ആണല്ലോ. എൻ്റെ അമ്മമാതിരി കുഴി, വണ്ടിയുടെയൊക്കെ അടി ഇടിക്കുന്നുണ്ട്, അതുപോലത്തെ കുഴിയും കാര്യങ്ങളാണ് ഇവിടെ. ശരിക്കും ഈ റോഡൊന്ന് അടിപൊളി ആക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അത്ര ഭംഗിയായിരിക്കും കാണാൻ. കാരണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ള് വ്യൂ അല്ലേ, ഫ്രണ്ടിലൊക്കെ വ്യൂ ആണ്. ഇത്രയും വ്യൂ ഉള്ളതുകൊണ്ട് ഈ സെൻറ്ററിൽ പോകുന്ന ഈ റോഡ് അടിപൊളി റോഡാക്കി കഴിഞ്ഞാൽ അതുപോലെ ജനങ്ങളായിരിക്കും ഇവിടെ വന്നെ. കാരണം ഇവിടെയൊക്കെ ആണെങ്കിലും സൈഡിൽ ഇപ്പോൾ വണ്ടി ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അമ്മാതിരി വ്യൂ ആണ്. പിന്നെ അപ്പോൾ ഒരു മഴ സീസണൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. ഇപ്പം അത്യാവശ്യം നല്ലപോലെ ഇന്നലെയൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടെന്ന് തോന്നുന്നു. കാരണം കണ്ടോ, ഇവിടെ എല്ലാം കുഴിയിലൊക്കെ നിറച്ച് വെള്ളം. ഇന്നലെയാണോ അതോ ഇന്ന് രാവിലെ ആണോ എന്ന് അറിയില്ല, മോർണിംഗ് ആണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വലിയ മഴയൊന്നും കിട്ടിയില്ല. ഇത്രയും വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാട്ടോ. എൻ്റെ പൊന്നു, അയ്യോ സീൻ, ശരിക്കും പുഴ. ഇതാണ് പുഴ. അയ്യോ ഇതെല്ലാം പുഴ തന്നെയാണ്. കാരണം ഇത് ഫുള്ള് അത്യാവശ്യം ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ എല്ലാം വലിയ കുഴികളാണ്. ഇപ്പോൾ ഒരു എക്സ്പൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലപോലെ പൊളിക്കാം. അത്യാവശ്യം ഓഫ് റോഡ് നല്ല രീതിക്കുണ്ട്. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. എന്താ പറയുക, വൻ സീൻ. ഇതൊക്കെ നോക്കി, റോഡ് കുളം റോഡ് കുളം റോഡ്, ഇത് തന്നെ അവസ്ഥ. പക്ഷെ എൻ്റെ പൊന്നോ, തമിഴ്നാടെത്തി. ഇപ്പോഴാണ് സത്യം പറഞ്ഞ സമാധാനമായ. എത്ര വീഡിയോസിൽ ഇങ്ങനെ ആൾക്കാർ ഈ റോഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോലും നമ്മുടെ ആർക്കും ഇത് നന്നാക്കണം എന്നുള്ള ഒരു ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ്. കണ്ടോ എന്താ റോഡ്, അടിപൊളി റോഡ്. എന്നൊക്കെ പറയാൻ തമിഴ്നാട്ടിലെ റോഡ് ഒരു രക്ഷയില്ല, അതൊന്നും പറയാനില്ല. ഇതികൂടെയൊക്കെ ഓടിച്ചിട്ട് നമ്മുടെ അങ്ങോട്ട് വരുമ്പോഴാണ് എൻ്റെ പൊന്നോ സീന്. ഒന്നാമത് ഈ വണ്ടിയുടെ സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാണ്. ബാക്ക് സസ്പെൻഷൻ, ഫ്രണ്ട് കുഴപ്പമില്ല, ഫ്രണ്ട് അത്യാവശ്യം സോഫ്റ്റാണ്, ബാക്ക് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ പിന്നെ ആ റൂട്ടിൽ കൂടെ വരുമ്പോൾ പറയേ വേണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ പുതിയ മോഡലിൻ്റെ USD Fox ആണ്. അതായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയനെ. നമുക്ക് ട്രാവലിങ്ങിന് എപ്പോഴും സുഖം, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഈ ഫ്രണ്ടിലെ നോർമൽ USD Fox തന്നെ. ഇത് നമ്മളങ്ങനെ ഷോളയാർ ഡാം എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഷോളയാർ ഡാം. എന്താ അല്ലേ, പാലൊഴുകണ പോലെ ഒഴുകുന്ന വെള്ളം, എന്താ ഭംഗി, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ ഡാമിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അകത്തേക്കൊന്നും കയറാൻ നിന്നില്ല, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കയറാൻ തോന്നിയില്ല. പിന്നെ ചെറിയ വെയിലും ഉണ്ട്.
ഈ റൂട്ട് നോക്കിയാൽ എന്താ ഭംഗിയില്ലേ അമ്പോയിച്ചേ, ഓരോ ഫ്രെയിംസും കണ്ടോ, ഓരോ ഫ്രെയിംസും അടിപൊളിയാണ്. ഒരു ലോഡ് എന്നാണ്ട് ചാക്കിൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. വീടുകൾ കണ്ടോ, എന്താല്ലേ വീടുകൾ, ചെറിയ വീടുകളാണെങ്കിൽ പോലും അത്യാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ ഇവിടെ കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും വീടുകൾ മാക്സിമം അടുത്തടുത്തായിട്ടാണ് അവർ പണിയുന്നത്. നമ്മുടെ കൂട്ടല്ല, നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ മുട്ടി അങ്ങനെ വീടുകൾ വളരെ കുറവാണ്. ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു ബ്രിഡ്ജാട്ടോ, എന്താ ഭംഗി. ഒരു മഴ പെയ്യുമായിരുന്നെങ്കിൽ ശരിക്കും അടിപൊളിയായേനെ. ഒരു മഴ കൂടി കിട്ടിയാണ്ടല്ലോ ശരിക്കും വേറെ മൂഡാണ്. ഓ ഹമ്പ്. ഇവിടെ അങ്ങനെ വേറെ കടകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. സ്വർഗബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്, അത്ര എനിക്ക് പറയാറുള്ളൂ. അത്ര അതിമനോഹരമാണ് ഈ റൂട്ട്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല, അതുപോലെ ഭംഗിയാണ് ഇത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എന്തു തീരത്തോട്ടം പറഞ്ഞ, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ, എന്തിനു വേറെ ആ മേള ക്ലൗഡ് നോക്കി, എന്താ ഭംഗി. അത്രയും വേറെ ഈ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈഡിങ് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. അത്രയും എൻജോയ് ചെയ്താൽ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അത്ര മനോഹരമാണ് ഈ റൂട്ട്. ഈ ഫ്രണ്ടിൽ പോണ എല്ലാം ബുള്ളറ്റുകളാട്ടോ, കണ്ടോ. ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഒരു സ്ക്വാഡാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ ഒരിക്കലും ഇപ്പോൾ വാൽപ്പാറയ്ക്ക് വരുവാണെങ്കിൽ, വാൽപ്പാറ മലക്കപ്പാറയൊക്കെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ പോകാണ്ട് ഇതുപോലെ ഈ റൂട്ടൊക്കെ ഒന്ന് പോയി പൊള്ളാച്ചി കൂടി കയറി ഇറങ്ങി സെയിം റൂട്ട് തന്നെ തിരിച്ച് പോകാതെ നമ്മുടെ ആനമലൈ ടൈഗർ റിസർവ് ഒക്കെ കൂടി പോകണമായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. അതേ പോണു, കുറേ റൈഡേഴ്സ് പോകുന്നുണ്ടല്ലോ ഈ റൂട്ടിൽ. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ബൈക്കുകൾ തന്നെ കേട്ടോ, ബൈക്കേഴ്സാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ബൈക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ റൂട്ടാട്ടോ ഈ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ട്. അടിപൊളിയാണ് ശരിക്കും. എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ നമുക്ക് ആ റൈഡിങ് നല്ലപോലെ എൻജോയ് ചെയ്യാം, കുറേ സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം. പീസ്ഫുള്ളായിട്ട് എന്താ പറയുക, വേറെ തന്നെ വൈബാണ്. കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വ്യൂ നോക്കി, അമ്പോ രക്ഷയില്ല കേട്ടോ, കിടിലം വ്യൂ ആണ് ലെഫ്റ്റിൽ, അടിപൊളി വ്യൂ. വണ്ടി എവിടെയെങ്കിലും ഒതുക്കണം, ഇവിടെ ഒതുക്കാം. നല്ല 2 ഫോട്ടോസും വീഡിയോസൊക്കെ എന്തായാലും എടുത്തിട്ട് പോകണം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട്. ആകപ്പാട് ഈ വണ്ടിയുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൊരു സീറ്റിംഗ് കംഫർട്ട് ഭയങ്കര കുറവാണ്, ഭയങ്കര ഹാർഡാണ് സീറ്റ്. ഒരു എയർ സീറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യുവാണെങ്കിൽ, ജെൽ സീറ്റോ എയർ സീറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്ത് ഓടിക്കേണ്ടി വരും. ഹിമാലയനൊന്നും കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സീറ്റാണ്, നല്ല കുഷ്യനും കാര്യങ്ങളും ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെ നല്ല രീതിക്ക് ശോകമാണ് ഹമ്പ്. ആ വ്യൂ ഉണ്ടോ, റൈറ്റ് സൈഡിലോട്ട് വ്യൂ നോക്കി, ഒരു മഴക്കാർ പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് റൈറ്റ് സൈഡിൽ, അതോ ആ ഭാഗത്ത് ഇനി മഴയാണോന്ന് അറിയത്തില്ല. അത്യാവശ്യം എന്നാലും ഈ ഭാഗത്ത് അത്യാവശ്യം വെയിലുണ്ടെങ്കിലും തണുപ്പാട്ടോ, ചെറിയ തണുപ്പുണ്ട്, അല്ലാണ്ട് ഭയങ്കര ചൂടൊന്നുമല്ല. എന്തായാലും ഒരു മഴ പെയ്യുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി പൊളിയായേനെ. ഈ റൂട്ടൊക്കെ ഒരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ മൂടാണ്. എന്താല്ലേ ഇവിടെയൊക്കെ വെള്ളമുണ്ട്, പൈപ്പ് ലീക്കായ എങ്ങനെയാണ് ഒരു പിടുത്തില്ല. റൈറ്റ് സൈഡിൽ വെള്ളമുണ്ട്. നോക്കി പശുക്കുട്ടിയാണ്. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഓർത്ത് കുതിര വല്ലതും ആണെന്ന് ഓർത്ത് പോയി. ചെറിയ പശുക്കിടാങ്ങളാണ്. എന്താല്ലേ റൈറ്റ് സൈഡിലോട്ട് നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ അമ്പു. ഇവിടെ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചായക്കട, അങ്ങനെ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവന്മാർ അത്യാവശ്യം നല്ല രീതിക്ക് കൈ കൊടുത്താട്ടോ ഇപ്പോൾ പോണേ. കിടിലൻ റൂട്ടല്ലേ, അതുപോലെ നല്ല വീതി.
അടിപൊളി റൂട്ട്. ഈ വീടുകളൊക്കെ നോക്കിയേ, ബസ് സ്റ്റോപ്പ് ആട്ടോ അത്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ. ഇവിടെയുള്ളവരുടെയൊക്കെ ഒരു വൈബ് രാവിലെയൊക്കെ എനിക്ക് ട്രാക്ടറാട്ടോ പോണേ. ഈ മൂന്നാറിൽ ഇതുപോലെ നമ്മൾ കാണില്ല, മൂന്നാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, അത് റെഡ് കളർ കൊള്ളാം. അത്യാവശ്യം നല്ല കൈ കൊടുത്തിട്ടോ അവന്മാർ പോണേ. ഇത് കണ്ടോ റൈറ്റ് സൈഡിലെല്ലാം വീടുകളാണ്, ഇതെല്ലാം ഫുള്ള് വീടാണ്. ഓക്കെ, വ്യൂ നോക്കിയേ, വ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവർക്ക് രാവിലെ ഇവർക്ക് ഇങ്ങനെ എപ്പോഴും ഇത് കണ്ടു കിടക്കുന്നതുകൊണ്ട് അത്രയും ഫീൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇവരൊക്കെ രാവിലെ എണീക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഫുള്ള് കോടയും കാര്യങ്ങളും. രാവിലെ മോർണിംഗ് ടൈം വേറെ ഒരു ലെവലായിരിക്കും, ഇവിടെയൊക്കെ വേറെ വൈബായിരിക്കും, അത്ര സെറ്റപ്പായിരിക്കും മോർണിംഗ് ടൈമൊക്കെ ഇവിടെയെല്ലാം. പക്ഷെ എന്താല്ലേ, വാൽപ്പാറേനെ ശരിക്കും 7th ഹെവൻ എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. എവിടെ നോക്കിയാലും ഈ തേയിലത്തോട്ടം, എവിടെ നോക്കിയാലും തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിയാണ്. ശരിക്കും ഓരോ റൂട്ടുകൾ തീരുമ്പോൾ ഓരോ രീതിയിലുള്ള ഫ്രെയിംസും ഭംഗികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് 7th ഹെവൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഹെവനിൽ പോയൊരു ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ആ വിളിപ്പേര് വന്നത് കേട്ടോ. നമ്മൾ ശരിക്കും ഇതിലൊരു ഡെസ്റ്റിനേഷൻ മെയിനായിട്ട് കാണാൻ വേണ്ടിയല്ല വാൽപ്പാറയ്ക്ക് വരുന്നത്. കാരണം നമ്മൾ ഈ വരുന്ന റൂട്ട് കാര്യങ്ങളെല്ലായിടത്തും ഫുൾ വ്യൂവും കാര്യങ്ങളും അവന്മാരെന്തോ പറയുന്നുണ്ടല്ലോ, ഫുള്ളിടത്തും എല്ലായിടങ്ങളിലും വ്യൂവും കാര്യങ്ങളും. എന്താ പറയുക, നമ്മൾ വരുന്ന റൂട്ട് മൊത്തം നമുക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും നല്ല ഉറപ്പായിട്ടും ഉണ്ട്. അതുപോലെ വ്യൂ ആണ്. നമുക്ക് മതി മറന്ന് സ്ഥലങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഹെവനിൽ വന്ന ഫീൽ നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു ഹെവനാണിത്. തമിഴ്നാട് വന്ന് കയറിക്കഴിഞ്ഞ പിന്നെ ഇതുവരെ ഒരു മോശം റോഡ് കാണേണ്ട വന്നിട്ടില്ല കേട്ടോ. ഒന്നും പറയാനില്ല. എന്നാ പറഞ്ഞാലും അവിടുത്തെ ഗവൺമെൻറ്റിനൊരു ഹാറ്റ്സ് ഓഫ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കിടിലൻ റോഡുകളാണ്. എന്തായാലും കിടിലൻ റോഡാണ്. ഞാൻ ഒന്ന് പുഷ് ചെയ്ത് ഓടിച്ചു നോക്കട്ടെ. ഞാനങ്ങനെ വലിയ ഓവർ സ്പീഡിലൊന്നും ഓടിച്ചിട്ടില്ല കേട്ടോ. മാക്സിമം 70 to 80, അതിൽ കൂടുതൽ കയറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് കാരണം നമുക്കറിയില്ലാത്ത റൂട്ട്, അപ്പോൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് ഓടിക്കണം. ഇല്ലെങ്കിൽ കാരണം അടുത്തടുത്ത് വളവുകളും പിന്നെ നമുക്ക് അറിയില്ലാത്ത വഴികളായതുകൊണ്ട് ഡേഞ്ചറാണ്. വലിയ 100, 110, 120 പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അറിയില്ലാത്ത റൂട്ടായതുകൊണ്ട് നമുക്ക് അറിയുന്ന റൂട്ടാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. എവിടെയാണ് എന്തൊക്കെയാണ് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പം സേഫ്റ്റിയും കൂടി ഒന്ന് നോക്കുക. വലിയ ഓവർ സ്പീഡിലൊന്നും പോകാണ്ടിരിക്കുക. ഇത്രയും കിട്ടില്ല റൂട്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ ഒരു സ്പീഡിൽ പോയത്. പിന്നെ അതുമാത്രമല്ല, ഇത്രയും നല്ല റൂട്ട് നമ്മൾ വന്നിട്ട് ഒന്ന് ചെറുതായിട്ടെങ്കിലും കൈ കൊടുത്ത് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമുള്ള അല്ലേ. ഇതേ അവൻ റോഡിന് നടക്കുന്നു. ഡാടാ നിൽക്കണോടാ, വിട്ട് പോണോ. ഈ അവന് പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. നമ്മളെ കണ്ടു കഴിയുമ്പോൾ തന്നെ അവൻ വിട്ടു പോവാ. ക്യാമറ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. വിട്ടു പോവാട്ടോ പുള്ളി. ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക്. നമ്മുടെ സാധാ അവിടെയുള്ള കുരങ്ങളുടെ കൂട്ടല്ലേ, വിട്ടു പോവാ പേടിച്ച്. ഈ കാണുന്നത് RX-100 ആട്ടോ. ഇതെല്ലാം ഇവന്മാരൊരു ഗ്യാങ് ആട്ടോ. എത്ര RX-100. ഇപ്പോൾ അതിനു മുമ്പും കുറേ പേരെ കണ്ടു. ഇവരൊറ്റ ഗ്യാങ്ങായിട്ട് വന്നേക്കുന്നത് കേട്ടോ, ഒരു സ്ക്വാഡാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി കയറി ഇറങ്ങി ഇനി പോകാൻ പോവാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 40 ഹെയർ പിൻ ഉണ്ട് കേട്ടോ. 40 ഹെയർ പിൻ കയറി ഇറങ്ങി പോകണം പൊള്ളാച്ചിയിൽ നിന്ന്. കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഹെയർ പിന്നുകൾ ഇനി ഏറ്റവും കൂടുതലുള്ള ഒരു ഓർമ്മ കൂടിയുണ്ട്. ഏതോ ഇതുപോലെ ഓർമ്മ കൂടി ഉണ്ടല്ലോ, കൊള്ളി ഹിൽസ് അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അതങ്ങാണ്ട് 70 ഹെയർ പിൻ 75 ഹെയർ പിന്നോ സംതിങ് എത്ര കണ്ടുണ്ട്. അതും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ.